നമസ്കാരം. വംശവിദ്വേഷത്തിന്റെ കഥകൾ നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്ന യുകെയിലെ പ്രവാസി മലയാളി സമൂഹത്തിലേക്ക് ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം കൂടി. ഒരാഴ്ച മുൻപ് നടന്ന സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇരകളായ കുടുംബം തന്നെയാണ് മറുനാടൻ മലയാളിയോട് വെളിപ്പെടുത്തുന്നത്. സോമർസെറ്റിലെ ബ്രിഡ്ജ് വാട്ടർ പ്രദേശത്ത് താമസിക്കുന്ന തൃശൂർ സ്വദേശിയായ അരുണും കുടുംബത്തിനുമാണ് പരസ്യമായി ബസ് ഡ്രൈവറുടെ അധിക്ഷേപത്തിനും കയ്യേറ്റ ശ്രമത്തിനും ഇരയാകേണ്ടി വന്നത്. ഇക്കഴിഞ്ഞ മാർച്ചിൽ പ്ലിമത്തിൽ മലയാളി യുവാവിന് തന്നെ പിന്തുടർന്നെത്തിയ വംശീയ വിദ്വേഷിയുടെ അക്രമത്തിനിരയായ സംഭവം ഓർമ്മയിൽ നിന്നും മായും മുമ്പെയാണ് ഇപ്പോൾ ബസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് തന്നെ അവിശ്വസനീയമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കുടിയേറ്റക്കാരായ ആളുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പൊതുഗതാഗത സംവിധാനം പോലും ബ്രിട്ടനിൽ സുരക്ഷിതമായി ഉപയോഗിക്കാൻ പ്രയാസമാകുന്നുവെന്ന സംഭവമാണ് അരുണും കുടുംബവും നേരിട്ട വംശീയ വിദ്വേഷത്തിലൂടെ തെളിയുന്നത്. സോമർസെറ്റ് പോലെ താരതമ്യേന ശാന്തമായ പ്രദേശത്ത് പോലും ആരും ഇത്തരം വംശീയ അക്രമത്തിൽ നിന്നും അകലെയല്ല എന്നതും ഏറെ പ്രധാനമായി മാറുന്നു. ഒരാഴ്ച മുമ്പ് ലണ്ടനിലെ ഹമ്മർസ്മിത്തിൽ സുഹൃത്തിനെയും കുടുംബത്തെയും കാണാൻ വേണ്ടി പുറപ്പെട്ട യാത്രയാണ് ജീവിതത്തിലെ ദുരനുഭവമായി ഇപ്പോൾ മാറിയതെന്ന് അരുൺ വ്യക്തമാക്കുന്നു. സംഭവത്തെക്കുറിച്ച് അരുണിന്റെ വാക്കുകൾ ഇങ്ങനെ: ബസ് സ്റ്റാൻഡിലെത്തിയ ഞങ്ങൾ കുഞ്ഞും ലഗേജും കൂടെയുള്ളതിനാൽ മറ്റാളുകൾ കയറാൻ വേണ്ടി അല്പം മാറി നിൽക്കുകയായിരുന്നു. 3.5 വയസ്സുള്ള കുഞ്ഞ് ബസ് യാത്രയുടെ കൗതുകത്തിൽ തന്നോട് ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ താൻ അതിന് മറുപടി നൽകി യാത്രക്കാരുടെ ക്യൂ ഒഴിയാൻ കാത്തിരിക്കുകയായിരുന്നു. പൊടുന്നനെ ബോഡ്ജിൻ എന്ന പേര് ധരിച്ച യൂണിഫോമിലുള്ള ഡ്രൈവർ അടുത്തെത്തി ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ ഈ ബസ് യാത്ര തുടരില്ല എന്ന് വലിയ ശബ്ദത്തിൽ ആക്രോശിക്കുകയായിരുന്നു. താൻ കുഞ്ഞുമായി നടത്തിയ സംഭാഷണം എന്തർത്ഥത്തിലാണ് അയാളെ പ്രകോപിപ്പിച്ചതെന്ന് മനസ്സിലായില്ല. പൊടുന്നനെയുണ്ടായ ആ ഷോക്കിൽ ആ സമയം ഒന്നും തിരികെ പറയാനും പറ്റിയില്ല. ഒടുവിൽ ബസ്സിൽ കയറാൻ അനുവാദമായപ്പോൾ ടിക്കറ്റ് കാണിച്ചത് പോലും നോക്കാതെ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയിരിക്കുന്ന ഭാവത്തിൽ മുഖത്തേക്ക് പോലും നോക്കാതെ കൈകൊണ്ട് ആംഗ്യം കാട്ടുകയായിരുന്നു. വാസ്തവത്തിൽ ബസ് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എടുത്ത 2.5 മണിക്കൂറും പേടിച്ച് കുട്ടി ഒരക്ഷരം മിണ്ടാതെ ഭയം നിറഞ്ഞ കണ്ണുകളോടെ അരികെ ചേർന്നിരിക്കുകയായിരുന്നു. ഒടുവിൽ ബസ് ഇറങ്ങാൻ നേരം ഡ്രൈവറോട് അയാൾ ചെയ്ത കാര്യം അപമര്യാദയായിരുന്നു എന്ന് പറയണമെന്ന് തോന്നിയതോടെ അയാളോട് സംസാരിക്കാൻ വേണ്ടി അടുത്തു ചെന്നതും ഒരു പ്രകോപനവും കൂടാതെ ഗുസ്തിക്കാരെ ഓർമ്മിപ്പിക്കും പോലെ വലിയ ശരീരവുമായി തന്നെ ഇപ്പോൾ അടിക്കും എന്ന മട്ടിൽ അയാൾ അടുത്തേക്ക് വരികയായിരുന്നു. ഇതോടെ അയാളോട് ഇനി സംസാരിച്ചാൽ അടി ഉറപ്പായും കിട്ടും എന്നതായതോടെ ഭാര്യയും കുഞ്ഞുമായി വേഗം സ്ഥലം കാലിയാക്കുകയായിരുന്നു. ഒട്ടേറെ തവണ ബസ് യാത്ര നടത്തിയിട്ടുള്ളപ്പോഴൊക്കെ ചിരിയോടെയും സൗമ്യതയോടെയും കണ്ടിട്ടുള്ള ബസ് ഡ്രൈവർമാർക്കിടയിൽ ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായത് വല്ലാത്ത ഷോക്കായി മാറുകയായിരുന്നു. ഒറ്റ ശ്വാസത്തിൽ അരുൺ സംഭവം വിവരിച്ചു. തുടർന്നാണ് അപമാനിക്കപ്പെട്ടതിൽ പരാതി നൽകണമെന്ന തോന്നൽ അരുണിനുണ്ടായത്. തുടർന്ന് ബസ് കമ്പനിയെയും മെട്രോപൊളിറ്റൻ പോലീസിനെയും സംഭവത്തെക്കുറിച്ച് വിശദമായി വിവരം അറിയിക്കുകയായിരുന്നു. കേസ് ഫയൽ ചെയ്ത് പോലീസ് റഫറൻസ് നമ്പർ നൽകുകയും അന്വേഷണം നടക്കുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തെങ്കിലും ബസ് കമ്പനി വളരെ ഉദാസീനമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് അരുൺ പറയുന്നു. എന്നാൽ പിന്നീടാണ് സംഭവത്തിൽ യഥാർത്ഥ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ലണ്ടനിൽ ഏതാനും ദിവസത്തെ സന്ദർശന ശേഷം മടങ്ങാനായി ബസ് സ്റ്റാൻഡിൽ അല്പം നേരത്തെ എത്തിയ അരുണും കുടുംബവും കാണുന്നത് അതേ ബസ് ഡ്രൈവർ സ്റ്റാൻഡിൽ നിൽക്കുന്നതാണ്. തങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളത് ഇത്തവണയും അയാൾ ഡ്രൈവ് ചെയ്യുന്ന ബസ്സിലായിരിക്കുമെന്ന് ഉറപ്പിച്ചു. അരുൺ ഉടൻ പോലീസിൽ സഹായം തേടുകയായിരുന്നു. ഉടൻ പോലീസ് എത്തി ബോഡ്ജിൻ ഡ്രൈവ് ചെയ്യുന്നത് മറ്റൊരു ബസ്സാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ഇക്കാര്യം അരുണിനെയും കുടുംബത്തെ പോലീസ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെ ബോഡ്ജിൻ ദൂരെ മാറി നിന്ന് വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അരുണും കുടുംബവും ലണ്ടനിൽ നിന്നും സുരക്ഷിതമായി ബസ്സിൽ യാത്ര തുടർന്ന ശേഷമാണ് പോലീസ് അവിടെ നിന്ന് മാറിയത്. യുകെയിൽ ഒരു പരാതി നൽകിയാൽ നിശ്ചയമായി പോലീസ് ഉൾപ്പെടെയുള്ളവർ സഹായത്തിനെത്തുമെന്ന ബോധ്യവും ഈ സംഭവം ഉറപ്പിക്കുകയാണ്. ഇപ്പോഴും ബസ് കമ്പനി പ്രസ്തുത സംഭവത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കമ്പനിയെ താൻ ഇക്കാര്യം വീണ്ടും അറിയിക്കുമെന്നും പണം നൽകി യാത്ര ചെയ്യുന്നവർക്ക് മാന്യമായ പെരുമാറ്റം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉറപ്പുവരുത്താൻ കമ്പനി തയ്യാറാകണമെന്നും അരുൺ ആവശ്യപ്പെടുന്നു. കമ്പനിയെ അവരുടെ ഡ്രൈവർ ചെയ്ത പ്രവൃത്തിയുടെ ദൂഷ്യം ബോധ്യപ്പെടുത്താൻ സോഷ്യൽ വർക്ക് അധികൃതരെയും അരുൺ സംഭവം അറിയിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഇതിനായി തിങ്കളാഴ്ച അരുണിനെ കൂടിക്കാഴ്ചയ്ക്കും വിളിച്ചിട്ടുണ്ട്. ഭയചകിതയായ കുട്ടി നേരിട്ട മാനസിക പ്രയാസം വാക്കുകൾ കൊണ്ട് വിവരിക്കാത്ര എളുപ്പമല്ലെന്നും അരുൺ പറയുന്നു. തനിക്ക് നേരിട്ടതുപോലെയുള്ള വിവേചനം ആർക്കെങ്കിലും സംഭവിച്ചാൽ ആ സമയത്ത് പ്രതികരിക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീടെങ്കിലും അധികൃതരെ വിവരം അറിയിക്കുന്നത് ഏവരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കൂടി സഹായകമാകുമെന്നും അരുണും കുടുംബവും കരുതുന്നു.